നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കെ മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി തുടങ്ങിയ രണ്ട് ചുമതലകൾ വഹിച്ചുകൊണ്ട് കേരളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനും മുൻപ് പ്രതിപക്ഷത്തുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാർക്കും ഒരേ അഭിപ്രായം തന്നെ ആയിരുന്നു. കേരളത്തിലെ സ്വർണ്ണക്കള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇവിടുത്തെ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഗൂഢാലോചനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഈ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. SIT മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അങ്ങനെ പലർക്ക് സ്വാഭാവിക ജാമ്യം വരെ ലഭിച്ചു നിൽക്കുന്ന സാഹചര്യം ചിലർ ആ സമയത്ത് ഉയർത്തിയിരുന്നു. തന്ത്രിക്കെതിരായി വിഷയമുണ്ടായപ്പോൾ തന്ത്രിയെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു വരേണ്യവർഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ നിരവധി ശ്രമങ്ങൾ ആ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ തന്ത്രി ജാമ്യം നേടി പുറത്തേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പൂശിയ സ്വർണം മാത്രമാണ് മോഷണം പോയത് എന്നുള്ള നിലയിലേക്ക് ഇവിടെ നിന്ന് ഒരു പഠന റിപ്പോർട്ടും അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടും ഇവിടേക്ക് വന്നിരിക്കുന്നു. അതായത് ഒറിജിനൽ വാതിൽപ്പടികളിലെ സ്വർണ്ണമല്ല, പകരം പൂശിയ സ്വർണ്ണമാണ് മോഷണം പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് SIT എന്ന് പറയുന്ന സംവിധാനത്തെ നിയമിച്ചിരിക്കുന്നത് ആരായിരുന്നു. ഇവിടെ ഹൈക്കോടതി തന്നെയാണ് SITയെ നിയമിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായ ഏർപ്പാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരായ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ എത്തിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഇടതുപക്ഷത്തുള്ള എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞിരുന്നു. ഇവിടെയാണ് വെള്ളം ചേർത്തു എന്ന് ആരോപിച്ചുകൊണ്ട് UDF അന്നും ഇന്നും ഒരേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് പുറത്തേക്ക് വരുന്നത് എന്നും ആരാണ്ട് ഇതിന് തുടക്കമിട്ടതെന്നും തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. എവിടം വരെ ആയിരുന്നു ഈ സ്വർണത്തിന്റെ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ കണ്ണികൾ എത്തിപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം. 50 ടൺ വരെ എത്തിച്ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിനുള്ളിൽ വരെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള നടത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ വാർത്തയുണ്ടായിരുന്നു. അടൂർ പ്രകാശ് അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. ആന്റണി അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ പറയുന്ന അടൂർ പ്രകാശിന് പൊതിക്കണക്കിന് ഈന്തപ്പഴം കൊടുത്തു എന്ന് വരെ അടൂർ പ്രകാശ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ ഇതെല്ലാം കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ സ്വാഭാവികമായി UDF തന്നെ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിവാദമാണ് സംസ്ഥാന സർക്കാർ SITക്ക് മേൽ എന്തോ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഉള്ള വിവരങ്ങൾ. എന്നാൽ ഇതുവരെയായി അങ്ങനെ ഒരു ആരോപണമോ ആക്ഷേപവും ഉണ്ടായിരുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഇത് ഹൈക്കോടതിയിൽ ഒരു പേരിനെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നിലവിൽ അതിനുള്ള സാഹചര്യമുണ്ട്. അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന കെ മുരളീധരൻ അവർക്ക് നേരെ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല, SITയെ പുതിയ രൂപീകരിക്കണം. നേരിട്ട് SITയുടെ രൂപീകരണത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കെ മുരളീധരനോ ഒന്നും ഇടപെടാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പിനും അത് ഇടപെടാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പ് ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു മാറ്റമുണ്ടാക്കുകയോ SITയിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഗ്രൂപ്പിനെ നിയോഗിക്കുകയോ ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ ശുപാർശ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. കാരണം വിശ്വാസമില്ല എങ്കിൽ. പക്ഷേ ഇവിടെ വരുന്ന എന്താണ്, ഇവിടെ SITയെ കയറൂരി വിടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഇവിടെ കെ മുരളീധരൻ നടത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് SITയെ കയറൂരി വിടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ SITയെ ശരിക്കും നിയന്ത്രിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്തുതരം സ്വാധീനമാണ് ഒരു സംസ്ഥാനത്തെ സർക്കാരിന് വഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് പ്രാധാന്യമുണ്ട്. കയറൂരി വിടില്ല. എന്തുകൊണ്ട് കയറൂരി വിടില്ല? SITയെ കയറൂരി വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണോ? ഇനി അതല്ല, അതിനുമപ്പുറം നിൽക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കഴിയുമോ? കാര്യം അതിനു മേലിൽ നിൽക്കുന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന SITയെ കയറൂരി വിടേണ്ടത് ആരാണ്? ഹൈക്കോടതിയാണോ? നിലവിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ആണോ? അപ്പോൾ കയറൂരി വിട്ടാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്.
അപ്പം നിലവിൽ SIT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽപ്പെട്ട അല്ലെങ്കിൽ കെ മുരളീധരൻ അടക്കമുള്ളവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ SIT. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അന്വേഷിക്കാതെ പിന്നെ ആരുടെ ഇഷ്ടപ്രകാരം ആയിരിക്കണം അന്വേഷണം നടത്തേണ്ടത്? സർക്കാരിന്റെ ഇഷ്ടപ്രകാരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ ഹൈക്കോടതി ഇങ്ങനെ SIT രൂപീകരിച്ചത്? അപ്പോൾ ഈ പറയുന്ന കെ മുരളീധരൻ പറയുന്ന പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറയുന്ന പോലെ കയറൂരി വിട്ട് അല്ലെങ്കിൽ കയറൂരി വിടില്ല എന്ന് പറയുന്ന ഇത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതല്ല. അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ മുരളീധരന്റെ വാക്കുകളിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റെടുത്ത വകുപ്പുകൾ ആദ്യം നേരെ കൊണ്ട് നടക്കാൻ ശ്രമിക്കൂ ആദ്യം. കാരണം ഇവിടെ നമുക്കറിയാവുന്ന പോലെ ആരോഗ്യവകുപ്പ് കുത്തഴിയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ പലയിടങ്ങളിൽ ഞരമ്പിന് എന്തോ ഒരു ചെറിയ അസുഖമായി വന്ന ഒരാളുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഗതികേടിലേക്ക് വരെ കേരളത്തിന്റെ ആരോഗ്യരംഗം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ആ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആശുപത്രികൾ തറയിൽ കിടത്തി ചികിത്സിക്കാൻ പാടില്ല, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൂ. പണ്ട് ഇത് VS ശിവകുമാർ ഇരുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് ഇവിടുന്ന് വാടകയ്ക്ക് കട്ടിലെടുത്തുകൊണ്ട് നിന്നിട്ട് ആൾക്കാരെ കിടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാലത്തിലേക്കൊക്കെ ഇനി നമ്മൾ മടങ്ങി പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തുടക്കത്തിൽ തന്നെ ആരോഗ്യവകുപ്പിന് പിഴച്ചിരിക്കുന്നു എന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 100% ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ ആദ്യം ഭംഗിയായി കൊണ്ടു നടക്കൂ. കാരണം ഇവിടെ പനി ക്ലിനിക്കുകൾ പോലും ഓപ്പൺ ചെയ്യാൻ ഇതുവരെ ഈ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എത്രയധികം കേസുകളാണ്, പനി കേസുകളാണ് നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ആരോഗ്യവകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആരോഗ്യവകുപ്പ് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ പനി ക്ലിനിക്കുകൾ പോലും ഓപ്പൺ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയ പരാജയം. അല്ലാതെ ഇവിടെ കേരളത്തിൽ അങ്ങിങ്ങി വീണ്ടും തിരുവനന്തപുരത്ത് വീണ്ടും 3-4 മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് കാര്യമില്ല. നിലവിലുള്ള ആശുപത്രികളിൽ വന്നെത്തുന്ന രോഗികൾക്ക്, പനിയുമായി വന്നെത്തുന്ന രോഗികൾക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കണം. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീരവാദം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഒന്ന്, ഈ പറയുന്ന SIT കയറൂരി വിടില്ല എന്ന് പറയുന്ന ഭൂലോക മണ്ടത്തരം പറയുന്നു. 2, ഈ പറയുന്ന ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു നീക്കുപോക്കും നടത്തിയിട്ടില്ല. പനി ക്ലിനിക്കുകൾ പോലും ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ഒരു ആരോഗ്യവകുപ്പായി നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ അതൊന്നുമല്ല എല്ലാവരുടെയും ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ കേരളയിൽ ഉണ്ടാക്കുക, അതിവേഗ റെയിൽപാത ഉണ്ടാക്കുക, തന്നെയുമല്ല ഡീൽ ഒഴിഞ്ഞൊരു സമയമില്ല. അപ്പം അത്തരത്തിലുള്ള ഡീലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ കെ മുരളീധരൻ അറിയുന്നുണ്ടോ എന്തോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.